ട്രിവാൻഡ്രത്തെ ഫുഡ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടത്തേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ടല്ലോ, അത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എസ്പെഷ്യലി നമ്മൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ചുറ്റുപാടും കുറേ ഫുഡ് കൾച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ട്രഡീഷൻ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 4 ചുറ്റും താമസിക്കുന്ന ഈ ബ്രാഹ്മണരാണ്. ഈ ബ്രാഹ്മണരുടെ ഫുഡ് കൾച്ചറാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും. അവരുടെ വീടിനോട് ചേർന്നുള്ള കടമുറികളിലാണ് അവർ ഈ ആഹാരങ്ങൾ പാചകം ചെയ്യുന്നതും അവിടെ വിൽക്കുന്നത്. നമ്മളത് ഹോട്ടൽ എന്ന് പറയും. ലൈക്ക് അവരത് അവരുടെ വീട് പോലെ അവർ സെർവ് ചെയ്യുന്ന കുറേ സ്ഥലങ്ങളാണിത്. ഈ കടമുറി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം നമ്മൾ അവിടെ പോകുമ്പം എനിക്ക് മസ്റ്റ് ട്രൈ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അവിടുത്തെ ബാലാജി കഫേയിലെ ലോങ് വീറ്റ് ഹൽവ. ബാലാജി കഫേയുടെ ലോങ് വീറ്റ് ഹൽവ ഈ നോർമൽ ഹൽവകളെ പോലെ അല്ല, അത് ഭയങ്കര കുറുകിയ പായസമില്ല, നല്ല കുറുകിയ പായസം പോലത്തെ ഒരു ഹൽവയാണ്. ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ ചെല്ലുമ്പോൾ അവർ പ്ലേറ്റിൽ ഇലയിൽ തരും. എനിക്ക് തോന്നുന്നു 50 ഗ്രാമിന് 20 രൂപ വെച്ചിട്ടാണ്, അല്ലാതെ പാഴ്സലും ഉണ്ട്. സോ ഈ ഹൽവ കിട്ടുന്ന ബാലാജി കഫേയുടെ അടുത്ത് തന്നെ അവരുടെ ഒരു ഹോട്ടൽ സെറ്റപ്പ് ഉണ്ട്. അവിടെ ഈ കാരവട, രസവട, ഈ വടകൾ, പിന്നെ നല്ല കോഫി, അവരുടേതായിട്ട് ആ കോഫിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പറയുന്നത് ലൈക്ക് ബെസ്റ്റ് കോഫിയാണ്. ബാലാജി കഫേയിലെ രസവട അത് ഭയങ്കര ടേസ്റ്റിയാണ്. അതിലെ രസം, ആ രസത്തിന് ഭയങ്കര ഫ്ലേവർ ഉണ്ട്. അത് ഒരുപാട് എരിവല്ല, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ആ രസവടയും അവിടുത്തെ കോഫിയും ഭയങ്കര കോമ്പിനേഷനാണ്. അത് രണ്ടും ഒരു ഈവനിങ് പോയി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറെ ലെവലാണ്. ലോങ് വീറ്റ് ഹൽവയൊക്കെ പെട്ടെന്ന് തീർന്നു പോകും അവിടെ. അപ്പം ലൈക്ക് ഈ 5:30 ശേഷം തന്നെ വന്ന് വാങ്ങി കഴിക്കുന്നവർ ഏകദേശം ഒരു 2 മണിക്കൂർ സമയങ്ങളിൽ ഫാസ്റ്റ് മൂവ് ആയിട്ട് പോണ സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നീട് നമ്മൾ മിക്ക ദിവസം നമ്മൾ അവിടെ പോയി നിരാശപ്പെട്ട് തിരിച്ചു വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ശ്രീ പത്മനാഭ സ്റ്റോഴ്സിലെ ഉണ്ണിയപ്പം. അയ്യോ, അത് ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര സോഫ്റ്റി. അത് അവർ വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത്. അത് ഭയങ്കര സോഫ്റ്റ് ആണ്, ക്രിസ്പിയാണ്, സൈഡൊക്കെ ഭയങ്കര ക്രിസ്പിയാണ്. അത് ഇതേപോലെ ചെന്ന് ലൈക്ക് അവിടെ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും വാങ്ങിച്ചോണ്ട് പോവും ആൾക്കാർ, പെട്ടെന്ന് തീർന്നു പോകും. അവിടെ അതൊരു മോർണിംഗ് ഒരു ടൈമിൽ അങ്ങ് തീരും. ഇതൊരു സ്റ്റോറാണ്. അവിടുത്തെ ആ സ്റ്റോർ നടത്തുന്ന ആ ഫാമിലി തന്നെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി വിൽക്കുന്നതാണ്. ഈ ഉണ്ണിയപ്പത്തിന് 8 രൂപയും ബട്ടർ മിൽക്കിന് 15 രൂപയൊക്കെയാണ്. ഈ പത്മനാഭ സ്റ്റോഴ്സിൽ ഉണ്ണിയപ്പം അവിടെ ഉള്ള ആ ചുറ്റുപാടുള്ള വീട്ടുകാരും അവിടുത്തെ ആൾക്കാരും ഒക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ അങ്ങ് തീരും, പെട്ടെന്ന് തീരും. പുറത്തുനിന്ന് ആൾക്കാർക്ക് കഴിക്കാൻ സത്യം പറഞ്ഞാൽ ചാൻസ് കിട്ടാറില്ല. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള വെസ്റ്റ് ഫോർട്ടിലുള്ള ഗൗരി ശങ്കർ ഹോട്ടൽ, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ നല്ല കോഫിയുടെ മണമാണ്. അവിടുത്തെ അടദോശ, സാമ്പാർ, ചമ്മന്തി, അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനേക്കാളും അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് അവിടുത്തെ കേസരിയും പിന്നെ ഈ അടദോശയുടെ കൂടെ അവിയലും ഉണ്ടാവും. ഈ സാമ്പാറും ചമ്മന്തി പോലെ തന്നെ അവർ അവിയലും കൂടെ കഴിക്കാൻ തരും. ആ ഒരു അടദോശയും അവിയലും അങ്ങനത്തെ ഒരു കോമ്പിനേഷനൊന്നും പുറത്തോട്ടുള്ളവർക്ക് ഒരുപാട് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു 15 ആൾക്കാർക്ക് കൂടി പോയി ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ പോയി ഇരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ഹോംലി അറ്റ്മോസ്ഫിയർ തന്നെ ഭയങ്കര അടിപൊളി സംഭവമാണ്. ഉച്ചയ്ക്ക് പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ട് കഴിക്കാൻ പറ്റണം മണി മെസ്സി തന്നെയാണ്. മണി മെസ്സിൻ്റെ ആ പൊന്നിയരിയിലുള്ള ചോറും പരിപ്പ് വടയും കട്ട തൈരും സാമ്പാറും ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ഒരു തമിഴ്നാട് ഫീലാണ് അവിടുത്തെ. കാരണം അവിടുത്തെ സാമ്പാറൊക്കെ നമ്മുടെ ഇവിടുത്തെ രീതിയിലുള്ള സാമ്പാറല്ല, കുറച്ചും കൂടി എന്താണ് ലൂസായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സാമ്പാറാണ്. പിന്നെ നല്ല ക്രിസ്പി പരിപ്പുവട കിട്ടും അവിടെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. പിന്നെ ലാസ്റ്റ് ഒരു നല്ല കട്ട തൈരും ഒക്കെ ആയിട്ടാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ പോയി കഴിക്കുന്നത്. ഭയങ്കര ക്യൂ ഒക്കെ നിന്ന് വേണം അവിടെ കഴിക്കാൻ, നല്ല തിരക്കാണ്. മണി മെസ് തുടങ്ങിയത് 1970-ലാണ്. അവിടെ അന്ന് കൊടുത്തത് എങ്ങനെയാണോ ഇന്നും അതേ ക്വാളിറ്റി നിലനിർത്തുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് മഹാബോളി, അതെനിക്ക് തോന്നുന്നു ഭയങ്കര ഫേമസ് ആയിട്ട് ആൾക്കാർ പുറത്തു നിന്നൊക്കെ വന്ന് കഴിച്ച് അതിനെപ്പറ്റി റിവ്യൂ ഒക്കെ ഇട്ട് പോകുന്നവരുണ്ട്. എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ സ്വാമിയുടെ ബോളിയാണ്. സ്വാമിയുടെ ബോളി എന്ന് പറയുമ്പം ഭയങ്കര നെയ്യുടെ ഒരു ഫ്ലേവറുള്ളൊരു ബോളിയാണ്. ഈ പറഞ്ഞ മണി മെസ്സും ബാലാജി കഫേയും ശ്രീ പത്മനാഭ സ്റ്റോഴ്സും വെങ്കടേശ ഭവനും ഗൗരി ശങ്കറും ഒക്കെ ഒരുപാട് ഹൈപ്പോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ സംസാരിച്ചിട്ടുള്ള കടകളൊന്നും അല്ല, റെസ്റ്റോറൻറ്റ്സ് ഒന്നും അല്ല. അപ്പോൾ സോ ഇതൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ ഒരുപാട് വന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇങ്ങനത്തെ ഫുഡ്, ഈ ഒരു കൾച്ചർ, ഈ ഒരു ട്രഡീഷനൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. സോ എല്ലാവരും വരിക, ഇതൊക്കെ ട്രൈ ചെയ്യുക. ആൻഡ് താങ്ക് യു.